സിദ്ധാർത്ഥ അല്പം കടുപ്പിച്ചാണത് പറഞ്ഞത്. നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? പാവം നീ. നിനക്ക് ശരിക്കും ഒന്നും അറിയില്ല സിദ്ധു. അവൾക്കും അറിയില്ല ഒന്നും. എന്റെ ലോകം തന്നെ അവളായിരുന്നടാ. ഹേമന്ത് മദ്യലഹരിയിൽ പറഞ്ഞു. നീ ഇങ്ങനെ എവിടെയും തൊടാതെ പറഞ്ഞ എനിക്കെങ്ങനെ മനസ്സിലാവും? ശരിക്കും എന്താ ഉണ്ടായത്? സിദ്ധാർത്ഥ ചോദിച്ചു. അവൾക്ക് ഞാൻ ആരുമല്ല എന്നവൾ എന്നോട് തുറന്നങ്ങ് പറഞ്ഞു കളഞ്ഞു. നിന്നെ വളയ്ക്കാൻ അവള് കണ്ടെത്തിയ ഒരു മാർഗം മാത്രമായിരുന്നോടാ ഞാൻ. അവളെ പ്രാണനെ പോലെ കണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നിട്ടുള്ള എന്നോട് അവള് പറയുക അവൾക്ക് എന്നെ ഇഷ്ടമേ അല്ലെന്ന്. ഹേമന്ത് ഗ്ലാസ്സിലിരുന്ന മദ്യമെടുത്ത് വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് ആകെ വല്ലാതെയായി. തന്നോടുള്ള ക്രഷ് കാരണം ലാവണ്യ ഹേമന്തിനെ വല്ലാതെ നോവിക്കുന്നത് പോലെ അവന് തോന്നി. അവളോട് അവനപ്പോൾ ഉണ്ടായിരുന്ന ദേഷ്യം കൂടുകയും ചെയ്തു. സിദ്ധാർത്ഥിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഹേമന്ത് മാത്രമാണ്. സിദ്ധാർത്ഥ് ഹേമന്തിന്റെ തോളിൽ തട്ടി. എടാ പോട്ടെ, അവള് വിവരമില്ലാതെ വല്ലതും പറഞ്ഞെന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ കുടിക്കണോ? വന്നേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. സിദ്ധാർത്ഥ് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. നീ പൊയ്ക്കോ സിദ്ധു. എനിക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കണം. ഞാൻ കുറേ ദിവസം ഇങ്ങനെ തന്നെയാണ്, ഒറ്റയ്ക്കാ. ഇനി അങ്ങനെ മതി, ഹേമന്ത് പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവനെ നോക്കി. ഇത്ര ദിവസവും ഹേമന്ത് വിഷമത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിലും ചെറിയ വിഷമം തോന്നി. കാരണം സിദ്ധാർത്ഥിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹേമന്ത് എങ്ങനെയെങ്കിലും അറിഞ്ഞു കൂടെ നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരുത്തിനെ കുറിച്ച് താൻ ഇത്ര ദിവസമായിട്ടും അന്വേഷിച്ചില്ല എന്നുള്ള കുറ്റബോധം സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നിറഞ്ഞു. നിന്നെ എന്തായാലും ഞാൻ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ എന്റെ കൂടെ വന്നേ പറ്റൂ, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് ഹേമന്ത് അവനെ നോക്കി. എന്നാലും അവൾ എന്താടാ എന്നെ മനസ്സിലാക്കാത്തത്? ഹേമന്ത് വീണ്ടും ചോദിച്ചു. നീ വന്നേ, നമുക്ക് ഈ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ ഹേമന്ത് അവന്റെ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അമിതമായി മദ്യപിച്ചത് കാരണം അവന്റെ ദേഹം കുഴഞ്ഞു പോയിരുന്നു. സിദ്ധാർത്ഥ് അവനെ താങ്ങിയെടുത്ത് വണ്ടിയിൽ കയറ്റിയ ശേഷം ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറഞ്ഞു. അല്പനേരത്തിനു ശേഷം അവർ ഹേമന്തിന്റെ വീട്ടിലെത്തി. സിദ്ധാർത്ഥ് അവനെ അവിടെ സുരക്ഷിതമായി കൊണ്ടുവിട്ട ശേഷം തിരികെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ലാവണ്യ ഈ സമയം അവളുടെ വീട്ടിലായിരുന്നു. അവൾ കുറച്ചു ദിവസങ്ങളായി വല്ലാത്ത വിഷമത്തിലാണ്. സിദ്ധാർത്ഥ് തന്നെ തല്ലിയതിനു ശേഷം ഒരിക്കൽ പോലും തന്നോട് സോറി പറയുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ലെന്ന കാര്യമാണ് അവളുടെ വിഷമത്തിന് കാരണം. സിദ്ധാർത്ഥ് തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് വ്യക്തമായി ബോധ്യം വന്നിട്ടും അത് അംഗീകരിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഈ സമയങ്ങളിൽ ഒരിക്കലും അവൾ ഹേമന്തിന്റെ കാര്യങ്ങൾ ആലോചിച്ചില്ല. ലാവണ്യ ഉറക്കം വരാതെ കിടന്നു. നീലിമയും സിദ്ധാർത്ഥും ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുകയാവുമെന്ന ചിന്തയായിരുന്നു അവൾക്ക്. നീലിമ സിദ്ധാർത്ഥിന്റെ കൂടെ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നത് തന്റെ വെറും തോന്നലായിരിക്കുമോ എന്ന് പോലും അവൾക്ക് സംശയം തോന്നി. സിദ്ധാർത്ഥിന്റെ കൂടെയാണ് നീലിമ താമസമെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്താക്കണം. അതിന് ആദ്യം സത്യം അറിയണം. ലാവണ്യ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് നേരിട്ട് ചെന്ന് നീലിമ അവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ അറിയണമെന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു. സിദ്ധാർത്ഥ് വീട്ടിലെത്തുമ്പോൾ സമയം വൈകിയിരുന്നു. അവൻ കാറിൽ നിന്നിറങ്ങി കോട്ട് അഴിച്ചെടുത്ത് കയ്യിൽ പിടിച്ചു. ഒട്ടും കുടിച്ചിരുന്നില്ല എങ്കിലും സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. ഹേമന്തിനെ താങ്ങി പിടിച്ചപ്പോൾ സംഭവിച്ചതാണത്. അവന്റെ കയ്യിലിരുന്ന ഒരു ഗ്ലാസ് സിദ്ധാർത്ഥിന്റെ ദേഹത്തേക്ക് മറഞ്ഞു വീണിരുന്നു. സിദ്ധാർത്ഥ് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്നൊന്ന് നിന്നു. തന്റെ വീടിന്റെ അരികിലെ ചെടികൾക്കിടയിൽ ഒരാൾ പതുങ്ങി നിൽക്കുന്നത് അവൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് സിദ്ധാർത്ഥ് പെട്ടെന്ന് നിന്നത്. പരിചയമുള്ള ആരോ ആയിരിക്കും അതെന്ന് അവൻ ഉറപ്പായിരുന്നു. കാരണം സെക്യൂരിറ്റി എന്തായാലും മറ്റാരെയും അകത്തേക്ക് കടത്തിവിടില്ല. അങ്ങനെ പതുങ്ങി നിൽക്കാൻ മാത്രം മാനേഴ്സ് ഇല്ലാത്ത പരിചയക്കാരുടെ പേരുകൾ ഓർത്തു നോക്കിയപ്പോൾ ലാവണ്യയുടെ പേരാണ് അവൻ ആദ്യം ഓർമ്മ വന്നത്. ലാവണ്യ, സിദ്ധാർത്ഥ് നിഴലിലേക്ക് നോക്കി വിളിച്ചു. ഉടനെ ലാവണ്യ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. പിടിക്കപ്പെട്ടതിന്റെ ജാള്യത അവളുടെ മുഖത്തുണ്ടായിരുന്നു. സിധു, അത് എനിക്ക് നിന്നെ ഒന്ന് കണ്ട് സോറി പറയണമെന്ന് തോന്നി. അതെവിടെ കാത്തു നിന്നത്, ലാവണ്യ പരങ്ങളോട് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുഖം വിവർണമായി. അവൻ ദേഷ്യം പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഈ രാത്രിയാണോ നിനക്ക് സോറി പറയാൻ കിട്ടിയത്, സിദ്ധാർത്ഥ് ചോദിച്ചു. ലാവണ്യ മറുപടി പറയാതെ തല കുനിച്ചു. അത് പിന്നെ, ലാവണ്യ വെക്കി. സോറി പറയാനല്ലേ വന്നത്, പറഞ്ഞിട്ട് പോവാൻ നോക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധു, നീ എന്തിനാ എന്നിങ്ങനെ ആട്ടിപ്പായിക്കുന്നേ, സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ലാവണ്യ ചോദിച്ചു. സോറി പറഞ്ഞിട്ട് പോവാൻ നോക്കടി, സിദ്ധാർത്ഥ് ആവർത്തിച്ചു.
അവനോട് ഇനി സംസാരിച്ചു നിന്നാൽ വഴക്ക് കേൾക്കുമെന്ന് ഉറപ്പായപ്പോൾ ലാവണ്യ അവനെ നോക്കി പറഞ്ഞു. സോറി സിദ്ധാർത്ഥ്, ഞാൻ ഓഫീസിൽ വരാൻ പാടില്ലായിരുന്നു. ലാവണ്യ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അകത്തേക്ക് കയറാൻ ഒരുങ്ങി. കൂസലില്ലാതെ അവൻ അങ്ങനെ പോകുന്നത് കണ്ട് ലാവണ്യ വിഷമത്തോടെ ചോദിച്ചു. സിദ്ധാർത്ഥ്, ഒരു നിമിഷമൊന്ന് നിൽക്കാമോ? അത് കേട്ട് സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി. അവന്റെ പുരികം ചുളിഞ്ഞു. അല്ല, ഞാൻ കുറെ നേരമായി പുറത്തു നിൽക്കുന്നു. ഒന്ന് അകത്തേക്ക് വന്നോട്ടെ, വല്ലാതെ തണുക്കുന്നു, പ്ലീസ്. ലാവണ്യ ചോദിച്ചു. നീലിമ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. സിദ്ധാർത്ഥ് പക്ഷേ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അപ്പോൾ ലാവണ്യ വിഷയം മാറ്റി. സിധു, നീ കുടിച്ചിട്ടുണ്ടോ? എന്തിനാ നീ ഇങ്ങനെ സ്വയം നശിക്കുന്നേ? ലാവണ്യ പറഞ്ഞത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. അവൻ അവളെ രൂക്ഷമായി നോക്കി. എന്റെ കാര്യത്തില് നീ ഇടപെടണ്ട. സോറി പറഞ്ഞില്ലേ, പോവാൻ നോക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങി. അത് തന്നെ അവസരമെന്ന് കരുതിയ ലാവണ്യ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. അയ്യോ, നല്ല മഴയാണല്ലോ, ഞാൻ എങ്ങനെ തിരിച്ചു പോവും? ഒരു കാര്യം ചെയ്യാം, എന്നിവിടെ നിൽക്കാം, നാളെ രാവിലെ ഞാൻ പൊക്കോളാം, ലാവണ്യ പറഞ്ഞു. അവളുടെ ഉദ്ദേശം അന്നവിടെ താമസിക്കാനാണെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു. പറ്റില്ല, മഴ കാര്യമായിട്ടൊന്നുമില്ലല്ലോ, പോവാൻ നോക്കുന്നേ. അപ്പൊ ശരി. സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. ലാവണ്യ പിറകെ ചെന്നു. സിദ്ധാർത്ഥ്, നീ എന്നോട് ഇപ്പൊ പെരുമാറുന്നത് വളരെ റൂഡായിട്ടാണ്. നിനക്കത് മനസ്സിലാവുന്നുണ്ടോ? അറിഞ്ഞുകൊണ്ടാണോ നീ എന്നെങ്ങനെ വേദനിപ്പിക്കുന്നെ? ലാവണ്യ വിഷമത്തോടെ ചോദിച്ചു. അവളുടെ ചോദ്യവും വിഷമവും ഒന്നും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ യാതൊരു കുലുക്കവും ഉണ്ടാക്കിയില്ല. അവൻ വളരെ കൂളായി തന്നെയാണ് നിന്നത്. നീ എന്റെ പിന്നാലെ ഇങ്ങനെ ഓരോന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണല്ലോ നിനക്കെന്നെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നേ. ഞാൻ ആരോടും ഒരു പരിധി വിട്ട് അടുക്കാറില്ല. നിനക്കും അത് അറിയാവുന്നതാണല്ലോ, അല്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. അതെ, അറിയാം. പക്ഷേ നീ ഇപ്പോ നീലിമയോട് മാത്രം വല്ലാതെ അടുപ്പം കാണിക്കുന്നല്ലോ. അതിന്റെ കാരണം എന്താണ്? അതാ എനിക്ക് അറിയേണ്ടത്, ലാവണ്യ പറഞ്ഞു. അവൾ നീലിമയുടെ പേര് ആ വിഷയത്തിൽ വലിച്ചിട്ടത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. അവൻ ഉടനെ പറഞ്ഞു. മഴ കുറഞ്ഞിട്ടുണ്ട്, പോവാൻ നോക്ക്, വേറൊന്നും എനിക്ക് പറയാനില്ല. സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞിട്ട് ഹോളിലെ വാതിൽ വലിച്ചടച്ചു കളഞ്ഞു. ലാവണ്യ അടഞ്ഞ വാതിലിന് മുന്നിൽ തരിച്ചു നിന്നു. തിരിച്ചു പോവുകയല്ലാതെ അവൾക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. സിദ്ധാർത്ഥ് തന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹെടി നീലിമ, എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയാണ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇവന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ ഞാൻ പറഞ്ഞു വിടും. നീലിമ ഇതൊന്നും അറിഞ്ഞില്ല. അവൾ മുറിയിൽ നിന്ന് ഉറക്കം വരാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് ഹോളിലെ സോഫയിൽ ചാഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. നീലിമ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് നടന്നു. ഒരുപാട് നേരമായി വന്നിട്ട്. സിദ്ധാർത്ഥ് നീലിമയുടെ ചോദ്യം കേട്ടുവെങ്കിലും ഉറക്കം നടിച്ചു കിടന്നു. ഷടാ, ഇങ്ങേരെ ഉറങ്ങുമായിരുന്നോ? അയ്യോ, ഉറങ്ങിക്കിടക്കുമ്പോ എന്തൊരു പാവം, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥിന് അവളുടെ സംസാരം കേട്ട് ചിരി വന്നെങ്കിലും അവൻ അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നീലിമ സിദ്ധാർത്ഥിന്റെ അരികിലിരുന്നപ്പോൾ സിദ്ധാർത്ഥ് ദേഹം തണുക്കുന്നത് പോലെ കൈകൾ കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. അവൻ നീലിമയെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. പെട്ടെന്നായതുകൊണ്ട് നീലിമ പതറി അവന്റെ മാറിൽ ചെന്ന് വീണ് കിടന്നു. സിദ്ധാർത്ഥ മുഖമുയർത്തി അവളെ നോക്കി. അവന്റെ നോട്ടം പ്രണയാർദ്രമായിരുന്നു. എന്താണ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഇവിടെ പരിപാടി? സിദ്ധാർത്ഥ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അത് ഞാൻ വെറുതെ, അല്ല, നിങ്ങൾക്ക് തണുത്തപ്പോ പുതപ്പിട്ട് തരാൻ വേണ്ടി വന്നതാ. നീലിമ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അവളുടെ വിക്കലും വിറയലും കണ്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. സിദ്ധാർത്ഥിന്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ പോലും അവൾ മറന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.